അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. വേദിയിലെ ആദരണീയനായ യോഗാധ്യക്ഷൻ, ഈ ആദർശ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാൻ അബ്ദുറസാഖ് കൊടുവള്ളി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയായ ISM കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഇടപെടലുകളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശ കൂട്ടായ്മയാണ്. മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആദർശത്തിൻ്റെ ഗരിമയും മഹിമയും ലോകത്തിൻ്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് എക്കാലഘട്ടത്തിലും നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആപതിക്കപ്പെട്ടു പോയ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനസമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കാലഘട്ടത്തിലും വ്യതിരക്തമാക്കിയതും മുന്നോട്ട് കൊണ്ടുപോയതും. മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് ഞാനൊരു സുദീർഘമായ സംസാരത്തിലൂടെ വിശദീകരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വിശ്വാസരംഗത്ത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഴക്കടലുകളിലായിരുന്നു ഈ സമുദായം അന്ന് നിലനിന്നിരുന്നത്. ജാറങ്ങളുടെയും ദർഗകളുടെയും മക്കുബറകളുടെയും ഏലസുകളുടെയും ഒക്കെ മുന്നിൽ പ്രാർത്ഥനകളുമായി സങ്കടങ്ങളും നേർച്ചകളും പ്രയാസങ്ങളും സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ കഴിച്ചുകൂട്ടിയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നാഷണൽ ഹൈവേകളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സ്പീഡ് കുറക്കാനായി ഹമ്പുകൾ ഉണ്ടാക്കുമ്പോൾ അത് ദർഗയാണ് എന്ന് കരുതി കുമ്പിടുമായിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവിടെയാണ് KM മൗലവിയെ പോലെ, ഈ മൊയ്തു മൗലവിയെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയും സനാഉല്ലാ മക്തി തങ്ങളെയും KM സീതി സാഹിബിനെയും ഒക്കെ പോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നവോത്ഥാന രംഗത്തെ ചരിത്രപരമായ ഒരു പ്രയാണമുണ്ടാകുന്നത്. എല്ലാ വിഷയങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം സമഗ്രമായി ഇടപെടുകയും സമൂലമായ പരിവർത്തനങ്ങളിലേക്ക് ഈ രാജ്യത്തെ മനുഷ്യരെ ക്ഷണിക്കുകയും ചെയ്തു. വിശ്വാസരംഗം മാത്രമായിരുന്നില്ല, സാമൂഹിക രംഗത്ത് ഈ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അക്ഷരവിദ്യാഭ്യാസം നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന, ചികിത്സകൾ ഈ സമുദായത്തിന് മുന്നിൽ അടച്ചുപൂട്ടപ്പെട്ടിരുന്ന, സാമൂഹികമായ പരിവർത്തനങ്ങളിൽ നിന്ന് സമുദായം പിന്നോട്ട് പോയിരുന്ന, രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങളിൽ നിന്ന് സമുദായം പിന്നോക്കം വലിക്കപ്പെട്ടിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ പരിവർത്തന പ്രവർത്തനങ്ങളെക്കാളേറെ, സാമൂഹികമായ പരിവർത്തനങ്ങളെക്കാളേറെ ഈ രാജ്യത്തെ പുരോഗമനപരമായ നന്മകളിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത് വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ സംബന്ധിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ സ്വീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കാരണം? അതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ തലച്ചോറുകളിൽ നിന്ന് രൂപപ്പെടുത്തപ്പെട്ട ഒരു ആശയവും ആദർശവുമായിരുന്നില്ല. ആരുടെയെങ്കിലും ആശയങ്ങളിൽ നിന്ന്, ചർച്ചകളിൽ നിന്ന്, കൂടിയാലോചനകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നിലപാടുമായിരുന്നില്ല. മറിച്ച് ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബിയിലൂടെ കടന്ന് ഇബ്രാഹിം നബിയിലൂടെ സഞ്ചരിച്ച് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ മുഹമ്മദ് നബിയിൽ പര്യവസാനിക്കപ്പെടുന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രമുണ്ട്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തിയാക്കപ്പെട്ട പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സുന്ദരമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. നാഗരികതകളുടെ ചരിത്രം പറയുന്ന പ്രദേശങ്ങളിലെല്ലാം അമ്പിയാക്കന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഈ സമൂഹത്തെ ക്ഷണിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതും മാർഗദർശനത്തിലേക്ക് നയിച്ചതുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിനെ സംബന്ധിച്ചായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകത രാപ്പകൽ ഭേദമന്യേ, രാവും പകലും വ്യത്യാസമില്ലാതെ വിശുദ്ധമായ ആദർശത്തിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ ക്ഷണിച്ചു. നൂഹ് നബി രാവും പകലും വ്യത്യാസമില്ലാതെ അവരോടത് പറഞ്ഞു. അവരെത്ര പേർ അംഗീകരിക്കാൻ തയ്യാറായി? വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉൾക്കൊണ്ടതും സ്വീകരിച്ചതും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം കഴിഞ്ഞു. നൂഹ് നബി പഠിപ്പിച്ച വിശ്വാസ ധാരയിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ മക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുകയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജീവിതം കൊണ്ട് പ്രതികരിച്ച പ്രവാചകൻ, ആരാധനകളിൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണങ്ങളെ മുഴുവൻ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടും ആദർശബോധത്തിന്റെ ഗരിമ കൊണ്ടും നേരിട്ട് പരാജയപ്പെടുത്തിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങളെ മുഴുവൻ തൗഹീദിന്റെ കരുത്തുകൊണ്ട് നേരിട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, ഇബ്രാഹിം നബിയുടെ കാലം കഴിഞ്ഞു, വീണ്ടും അമ്പിയാക്കന്മാർ കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കളെ ഉപദേശിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമുണ്ട്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറയാണ്. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അങ്ങാടികളിലും ചായമക്കാനികളിലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പരിഹസിക്കുന്നവരും ആക്ഷേപിക്കുന്നവരുടെയും ഒക്കെ കഥകൾ ഒരുപാട് അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയ, അനുഭവിച്ച കാരണവന്മാർ, സഹോദരങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എവിടെയും മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ടാണ് തൗഹീദ് പറയുന്നത്? മരണക്കിടക്കയിൽ തന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയ മക്കളോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യമുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലഘട്ടത്തിന് ശേഷം ആരെയാണ്, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ ആ പ്രവാചകന്റെ കൈപിടിച്ച് നൽകിയ മറുപടി, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്, ഉപ്പയാരാധിച്ച, ഉപ്പയുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അടക്കമുള്ളവർ ആരാധിച്ച അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക, ആ റബ്ബിനെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ യാക്കൂബ് നബിയുടെ കൈപിടിച്ചു പറഞ്ഞ മറുപടിയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ രസകരമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈപിടിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിച്ച റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞ മക്കളിലേക്കാണ് ഏറ്റവും അധികം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരുത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദും അള്ളാഹുവിന്റെ തൗഫീഖുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ് എന്നാണ്. ആ തൗഫീഖ് ലഭിച്ച മനുഷ്യർ അതിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് അവർ തെറിച്ചു പോകും. യാക്കൂബ് നബിയുടെ മക്കൾ അള്ളാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പക്ഷേ യാക്കൂബ് നബിയുടെ ആ മക്കളിലേക്കാണ് പ്രവാചകന്മാരെ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത്. പ്രവാചകന്മാർ ഒരുപാട് കൂടെ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിലേക്ക്, ആദർശത്തിലേക്ക് ക്ഷണിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായമുണ്ട്. അവരുടെ യാത്ര എങ്ങോട്ടായിരുന്നു? സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ കൂടെയുണ്ട് എന്നത് പോലും അവർക്ക് തടസ്സമായിരുന്നില്ല. പ്രവാചകന്മാർ കൂടെയുണ്ടായിട്ട് പോലും പ്രവാചകന്മാരുടെ തലമുറകൾ ശിർക്കിലേക്ക് കടന്നുപോയത് നമുക്കൊരു വലിയ പാഠമാണ്. ഇവിടെ ഈ ഒരു ആദർശത്തിലേക്കാണ് ഇബ്രാഹിം നബിയുടെയും യാക്കൂബ് നബിയുടെയും മൂസാ നബിയുടെയും ഒക്കെ ആദർശത്തിലേക്കാണ് പ്രവാചകൻ അതിന്റെ പൂർത്തീകരണമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. പ്രവാചകന്റെ നിയോഗം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രഖ്യാപനവുമായിട്ടായിരുന്നു. ഒരാൾ പോലും ഇല്ലാത്ത കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന, മദീനത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട്. അവർ ടെന്റുകൾ കെട്ടി രാത്രികളിൽ ആ ടെന്റുകളിൽ കാത്തിരിക്കുമ്പോൾ
അവർക്കിടയിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകും. അയാൾ വിളിച്ചു പറയും, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിലേക്ക് ആ ജനതയെ ക്ഷണിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങ് നടന്നു പോകും. അയാളുടെ പിന്നാലെ അയാളെ ഇങ്ങനെ ആളുകൾ ആ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ ഒരാൾ അയാളുടെ പിന്നാലെ വരും. അയാൾ കല്ലെടുത്ത് ആ ചെറുപ്പക്കാരന്റെ നേരെ എറിയുന്നുണ്ട്, മണ്ണുവാരി ആ ചെറുപ്പക്കാരന്റെ തലയിലൂടെ ഇടുന്നുണ്ട്. അതൊന്നും അയാൾ പരിഗണിക്കുന്നേയില്ല, അതൊന്നും അയാളെ തളർത്തുന്നേയില്ല. അയാൾ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പറഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ നടന്നു പോകുന്നു. പിന്നീട് സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അന്ന് കണ്ടത് ആദ്യം അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ കല്ലെറിഞ്ഞ് മണൽ വാരിയിട്ട് കുപ്പിച്ചില്ലുകൾ വലിച്ചെറിഞ്ഞ് വൃത്തികേടുകൾ വലിച്ചെറിഞ്ഞ് അയാൾ പറയുന്നത് കേൾക്കരുത് എന്ന് പിന്നാലെ നടന്നു പോകുന്ന മനുഷ്യന്റെ പേര് അബൂജഹലായിരുന്നുവെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് സ്വഹാബത്ത് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി നടന്നുപോയത്, പ്രവാചകൻ പറഞ്ഞു തീർത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പുതുള്ളികൾ, ജീവിതവും ഓർമ്മയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആശയത്തെയും ആദർശത്തെയും കുറിച്ചായിരുന്നു. അവസാനത്തെ റസൂലുള്ളാഹിന്റെ പ്രസംഗം എന്തിനു മുജാഹിദ് പ്രസ്ഥാനം ഇത് പറയുന്നു? അതിന്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരം, പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അമ്പിയാക്കന്മാരുടെ കൈമാറി വന്ന പാരമ്പര്യമാണ്. അമ്പിയാക്കന്മാർ കൈമാറി വന്ന പാരമ്പര്യം ഏറ്റെടുത്ത കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനേക്കാളും വലുത് ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദിന് പ്രാധാന്യവും പ്രത്യേകതയും നൽകുന്നത്. കല്യാണ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോൾ പെൺകുട്ടികൾ പാട്ടുപാടുന്നുണ്ട്, നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് തിരുത്തി കൊടുക്കുന്നുണ്ട്, നിങ്ങളത് പറയരുത്, അത്തരം വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നത് കല്യാണ വീട്ടിൽ തൗഹീദ് പറഞ്ഞ പ്രവാചകന്റെ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിച്ചു കിടക്കുമ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത്, പ്രവാചകന്റെ മകൻ മരിച്ചതുകൊണ്ടാണ് ആകാശങ്ങൾക്ക് പോലും ദുഃഖമുണ്ടായത് എന്ന് ഗ്രഹണം ബാധിച്ചതിനെ നോക്കി സ്വഹാബത്ത് പറഞ്ഞു. സ്വഹാബികൾ അത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. സ്വഹാബത്ത് പറയാനുള്ള കാരണം, ആകാശഭൂമി അന്ന് പ്രവാചകനെ വാലറ്റവനെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചുകൊണ്ട് നടന്നിരുന്നത്. ആൺമക്കളില്ലാത്ത വാലറ്റവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിഹസിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരണപ്പെടുന്നത്. ആ മകനും കൂടി മരണപ്പെട്ടു. സ്വഹാബത്തിന് വലിയ സങ്കടമായി, പ്രവാചകന് വലിയ ദുഃഖമായി. ഖുറൈശികൾ ആക്ഷേപിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്ത കാര്യം സത്യമായി ഇതാ പുലർന്നിരിക്കുന്നുവെന്ന് ഖുറൈശികൾ ആവേശത്തോടുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ മുഹമ്മദ് നബി വാലറ്റവനാണ് എന്ന്? ഇതാ ആൺമക്കളൊന്നുമില്ലാതെ, അനന്തരവകാശികളില്ലാതെ ഈ ലോകത്തുകൂടി മുഹമ്മദ് ഇതാ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മക്കയിലെ മുശ്രിക്കുകൾ ആവേശത്തോടുകൂടി വിളിച്ചു പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അന്ന് ഗ്രഹണം ബാധിച്ചത്. അത് കണ്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ആകാശഭൂമികൾക്ക് പോലും റസൂലുള്ളാഹിന്റെ മകൻ മരിച്ചപ്പോൾ സങ്കടമായിരിക്കുന്നുവെന്ന് പ്രവാചകന്റെ മുന്നിലോ സ്വഹാബത്ത് അല്പം ആശ്വാസം കിട്ടാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി എന്താ? മകൻ മരിച്ചു കിടക്കുകയല്ലേ, മരണവീടല്ലേ, ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യം പറയേണ്ടതുണ്ടോ? മകന്റെ മയ്യത്ത് താഴെ വെച്ച് മദീനത്തെ പള്ളി മെമ്പറിൽ കയറി അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം സ്വഹാബത്ത് പറയുന്നത് അന്ന് വരെ ചുവക്കുന്നതിനേക്കാളും ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. ഞങ്ങൾക്ക് പ്രവാചകന്റെ മുഖം കണ്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകാരികമായിട്ടാണ് മറുപടി പറഞ്ഞത്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഒരാളുടെ ജനനമോ ഒരാളുടെ മരണമോ യാതൊരു കോട്ടവും യാതൊരു മാറ്റവും അതിന് സംഭവിപ്പിക്കുകയില്ല. അതുകൊണ്ട് ആര് ജനിച്ചുവെന്ന് പറഞ്ഞാലും ആര് മരിച്ചുവെന്ന് പറഞ്ഞാലും അതാരുടെയും ജനനവുമായി മരണവുമായി ആകാശഭൂമികളുടെ മാറ്റങ്ങൾക്കൊന്നും ഒരു ബന്ധവുമില്ല എന്ന് തന്റെ മകനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളെ തിരുത്തി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന ദഅവത്തിന്റെ ഉത്തരമാണ്. എന്തുകൊണ്ട് തൗഹീദ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവസാനത്തെ ഹജ്ജ് കർമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തി. പ്രവാചകൻ ആ ഹജ്ജ് കർമ്മത്തിന് അവസാനമായി തന്റെ സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ ചരിത്രത്തിൽ വല്ലാത്തൊരു വാചകം പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു തന്നില്ലേ എന്ന് സ്വഹാബികളോട് ചോദിക്കുമ്പോൾ അവർ പറയും, അതേ നബിയെ, അതേ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അള്ളാഹു സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്വഹാബികളോട് പറയും, ഫല്യുബല്ലിഉ ഷാഹിദുൽ ഗായിബ്, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇവിടെ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിനിടയിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, ആ സ്വഹാബികളോട് പറഞ്ഞു. മദീനയിൽ എത്ര സ്വഹാബത്തിന്റെ ഖബറുണ്ട്? വളരെ ചുരുങ്ങിയ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് അവസാനത്തെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ എണ്ണം എത്രയാണ് മദീനയിൽ മറമാടപ്പെട്ടിട്ടുള്ളത്? 10,000 ചുല്ലാനം സ്വഹാബത്തിന്റെ ഖബറാണ് മദീനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി സ്വഹാബികൾ എവിടെയാണ്? അവരെങ്ങോട്ടാണ് യാത്ര പോയത്? അവരെല്ലാം എവിടെയാണ് മരിച്ചു വീണത്? താഴ്വാരങ്ങളും മലബാധകളും ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും താണ്ടിക്കടന്ന്, വാഹനങ്ങളില്ലാത്ത കാലത്ത്, ഇലക്ട്രിക് വിമാനങ്ങളില്ലാത്ത കാലത്ത്, വലിയ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ഭൂഖണ്ഡങ്ങളും മലമ്പാതകളും താഴ്വാരങ്ങളും സമുദ്രങ്ങളും താണ്ടിക്കടന്ന് സ്വഹാബത്ത് യാത്ര പുറപ്പെട്ടത് എങ്ങോട്ടായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന, വിമർശകന്മാർ പോലും അംഗീകരിക്കുന്ന, എതിരാളികൾക്ക് പോലും ആക്ഷേപമില്ലാതെ പറയാൻ കഴിയുന്ന ഒന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാനത്തെ ഞങ്ങളൊക്കെ കെട്ടിപ്പടുത്തെടുത്തതെന്ന് പറയുന്ന വിമർശകന്മാരുണ്ട്. കൊടുവള്ളിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരൽപ്പം അകലെയാണ് കൊടിയത്തൂർ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ചേന്നമംഗലൂരിന്റെയും കൊടിയത്തൂരിന്റെയും ഒക്കെ ചരിത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പാരമ്പര്യങ്ങളുമായി വലിയ ബന്ധങ്ങളുള്ളതാണ്. ഓ അബ്ദുള്ള സാഹിബ് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാത്രികളിൽ നടന്നു പോകുമ്പോൾ ചെയ്ത്താങ്കൂക്ക് കൊണ്ട് പേടിയുണ്ടായിരുന്ന ഒരു സമുദായം, അവിടെ യക്ഷിയും മറുതയും ഒക്കെ കടന്നു വരുന്ന ഭയപ്പെടുത്തലുകൾക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കെ ഉമർ മൗലവിയെ പോലെ മഹാപണ്ഡിതന്മാരുടെ തൗഹീദിൽ നിന്നുകൊണ്ടാണ് കൊടിയത്തൂരും ചേന്നമംഗലൂരുമെല്ലാം തൗഹീദിന്റെ ശക്തിയും ഗരിമയും ഉണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനം അടിത്തറയിട്ട മണ്ണിലാണ് ജമാഅത്തെ ഇസ്ലാമി വിത്തിറക്കിയതും വിളവെടുത്തതും എന്നത് ഓ അബ്ദുള്ള സാഹിബ് എഴുതുന്ന, മലയാളത്തിൽ എഴുതി വെക്കുന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊരു കൊടിയത്തൂരിന്റെ, ഒരു ചേന്നമംഗലൂരിന്റെ പാരമ്പര്യവും ചരിത്രവുമല്ല. ഇസ്ലാഹി കേരളത്തിന്റെ മഹാപണ്ഡിതന്മാരുടെ വിയർപ്പുതുള്ളികളിലാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. കെ എം മൗലവിയുടെ, ഇ മൊയ്ദ് മൗലവിയുടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ, കെ എം സീദി സാഹിബിന്റെ മഹാരഥന്മാരായ ചരിത്ര പുരുഷന്മാരുടെ വിയർപ്പുതുള്ളികളിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആശയധാരകൾക്ക് തുടക്കം കുറിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഒരുപാട് പ്രതിസന്ധികൾ മുജാഹിദ് സംഘടനകളിൽ എക്കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പോരാട്ടങ്ങൾ അതിജയിച്ചുകൊണ്ട് കടന്നു വന്ന ആദർശ കൂട്ടായ്മയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരുത്തുകൊണ്ട് പ്രതിസന്ധികളെ നേരിട്ട കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. പല പ്രതിസന്ധികളിലും പല മലവെള്ളപ്പാച്ചിലുകളിലും മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോകും എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു, പറഞ്ഞവരുണ്ടായിരുന്നു. കോഴിക്കോട് പട്ടണത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഐതിഹാസികമായി രേഖപ്പെടുത്താൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ ചരിത്രമുള്ള മണ്ണാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് 1970കളിൽ ഒരു മഹാസമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. മുജാഹിദ് അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അന്ന് ആ സ്റ്റേജിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളത്തിലെ ഏറ്റവും സമസ്തയുടെ ഉന്നതനായ നേതാവ് കയ്യിലൊരു കടലാസ് കഷ്ണം ചുരുട്ടിയെടുത്ത് അറബിക്കടലിന്റെ തിരമാലകളിലേക്ക് വലിച്ചെറിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെയും മുജാഹിദ് സംഘടനയെയും ഈ അറബിക്കടലിന്റെ തിരമാലകളിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുന്നുവെന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ആവേശഭരിതരായി തിരിച്ചുപോയവർക്ക് മുന്നിലാണ് കോഴിക്കോട് പട്ടണത്തിൽ 10 വർഷങ്ങൾക്കുള്ളിൽ 18 പള്ളികളും ഐതിഹാസികമായ സ്ഥാപനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ചരിത്ര പ്രയാണം ഈ കോഴിക്കോട് പട്ടണത്തിൽ ആരംഭിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. എത്ര വലിയ ഈ പരിവർത്തനങ്ങൾ ഉണ്ടായത് ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ മാറ്റമല്ല, ഒരു രാത്രി കൊണ്ട് മുളച്ചു പൊന്തിയ നവോത്ഥാനമല്ല, ഒരു പകൽ കൊണ്ട് ആകാശത്തുനിന്ന് പൊട്ടി വീണ നവോത്ഥാന പ്രവർത്തനങ്ങളല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തുകൊണ്ട് പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പർവ്വതങ്ങളിലൂടെ കടന്നുപോയ നവോത്ഥാന നായകന്മാരുടെ കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും വിലയാണ് നമ്മൾ അനുഭവിക്കുന്ന ആദർശബോധമെന്ന തിരിച്ചറിവ് എന്റെ സഹപ്രവർത്തകന്മാർക്കുണ്ടാകണം. 2002 ദൗർഭാഗ്യകരമായൊരു പിളർപ്പുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരമായി ആശയപരമായ ഒരു പിളർപ്പും ഭിന്നിപ്പും നേരിട്ടു. 16 കൊല്ലങ്ങൾ നീണ്ട 14 വർഷങ്ങൾ 2 വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന
14 കൊല്ലങ്ങളുടെ കണ്ണീരിന്റെയും സങ്കടത്തിന്റെയും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങൾക്കുമിടയിൽ ഐതിഹാസികമായ ലോകത്തൊരു മുസ്ലിം സംഘടനക്കും അവകാശപ്പെടാനില്ലാത്ത ഐക്യത്തിലേക്ക് ഈ സംഘടന തിരിച്ചു നടന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. 2011 വീണ്ടും ഒരു വിഭജനത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കോപ്പുകൂട്ടുന്ന രംഗങ്ങൾ ഉണ്ടായി. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു സദസ്സ് കൂടിയാണ് ഇത്. ഞാൻ എന്റെ ആമുഖ ഭാഷണം സുദീർഘമായി കൊണ്ടുപോകുന്നില്ല. പലപ്പോഴും പലർക്കും തോന്നാം, നിങ്ങൾ എന്തിനിങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു? ഷഹീൻ ബാഗ് മസ്ജിദിന്റെ മുറ്റത്ത്, പള്ളി മിഹ്റാബിന്റെ മുറ്റത്ത് UP പോലീസിന്റെ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ 5 ചെറുപ്പക്കാരുടെ മയ്യത്തുകൾ മറമാടുന്നതിന് മുമ്പ് ഇന്ന് നവംബർ 29 ലോകത്തെ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീഴുന്ന ഫലസ്തീനിന്റെ കണ്ണുനീരിന് മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനൊന്നും പറയാനില്ലേ? നിങ്ങൾക്കിതാണോ സംസാരിക്കാനുള്ളത് എന്ന് ആക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ അങ്ങ് മ്യാൻമറിലും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ മുജാഹിദ് സംഘടനകളുടെ പ്രത്യേകത, ഏത് വിഷയത്തിലും ദൈക്ഷണികമായി നേതൃത്വം നൽകുന്ന സംഘടനയുടെ പേരാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അതിന്റെ പോഷക ഘടകമായ ISM നിർവഹിക്കുന്ന ദൗത്യവും അത് തന്നെയാണ്. ഏത് മേഖലകളിലാണ് ISM ഇടപെടാത്തത്? ഏത് പാകതയത്തിലാണ് ISMനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ കേരള മൊത്തം ആദർശ സമ്മേളനങ്ങളുമായി ISMന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ദീനിനെയും വിശുദ്ധിയെയും കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാസ്തിക യുക്തിവാദികൾക്ക് മുന്നിൽ ആദർശ പടയോട്ടം നടത്തി മുജാഹിദ് യുവജന പ്രസ്ഥാനം അതിശക്തമായ പോരാട്ടമാണ്. നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന പേരിൽ കേരളമൊട്ടുക്കും നടക്കുന്ന പോരാട്ടങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ജൂലൈ 30 ചൂരൽമലയിലും മുണ്ടക്കയിലും അടിച്ചു വീശിയ കൊടുങ്കാറ്റിലും ആടിച്ചു വീശിയ മലവെള്ളപ്പാച്ചിലും ഒലിച്ചുപോയ നൂറുകണക്കിന് മനുഷ്യരുടെ വേദനകൾക്കൊപ്പം ISMന്റെ ഇലാഫും കേരള നദുവത്തുൽ മുജാഹിദീനും സൃഷ്ടിച്ച അത്ഭുതങ്ങളെ വായിക്കുന്നവരും കാണുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. കേരളത്തിലെ ഓരോ പ്രദേശങ്ങളിലും ISM നടത്തിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന വേദികൾ, അന്തിയുറങ്ങാൻ കഴിയാത്ത നൂറുകണക്കിന് മനുഷ്യർക്ക് ISM സൃഷ്ടിച്ച ഗോൾഡൻ ഹോമുകൾ എത്ര മനുഷ്യർക്കാണ് തണലൊരുക്കിയത്? നൂറുകണക്കിന് കുടുംബങ്ങളെ കേരളത്തിന്റെ തെരുവുകളിൽ വീടുകളില്ലാത്ത മനുഷ്യർക്ക് വീടുകൾ ഒരുക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകം സൃഷ്ടിച്ച പരിവർത്തനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ്, ആർക്കാണ് വിസ്മരിക്കാനാവുക? അനന്തരാവകാശ വസ്തുക്കൾക്ക് നേരെ കയ്യേറ്റവുമായി കടന്നു വന്ന ഇന്ത്യയുടെ ഭരണകൂടത്തിനു മുന്നിൽ അനന്തരാവകാശ സ്വത്തുക്കളുടെ ആ നിയമങ്ങളെയും ഗൗരവത്തെയും വിശദീകരിച്ചുകൊണ്ട് സെമിനാറുകളിലൂടെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ നേതൃത്വം നൽകിയ കൂട്ടായ്മയുടെ പേരാണ് ISM എന്ന് പറയുന്നത്. അനാഥശാലകൾക്കെതിരെ ഇവിടെ സംസാരിച്ച ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സംഘടനയുടെ പേരാണ് ISM എന്ന് പറയുന്നത്. പ്രൊഫഷണലുകളായ കേരളത്തിലെയും ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളായ പ്രൊഫഷണലുകളെ ഒരുമിച്ച് കൂട്ടി അവരുടെ കഴിവിനെയും അവരുടെ ബുദ്ധിയെയും അവരുടെ ചിന്താ സ്വാതന്ത്ര്യത്തെയും നവോത്ഥാന മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് യുവജന പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ISMന്റെ നാഷണൽ യൂത്ത് സമ്മിറ്റ് കോയമ്പത്തൂര് വെച്ച് വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അത്ഭുതമാണ്. മഹാനായ KM മൗലവി നേതൃത്വം നൽകുകയും ആഹ്വാനം നൽകുകയും അലവി മൗലവിയെ പോലെ PK മൂസ മൗലവിയെ പോലെ അതേപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിച്ച ഖുർആൻ പരിഭാഷ, വിശുദ്ധ ഖുർആനിന്റെ അമാനി മൗലവിയുടെ പരിഭാഷ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു അത്ഭുതമുണ്ട്. 2 പതിറ്റാണ്ട് കാലം 1964 തുടക്കം കുറിക്കുകയും 1984 ജീവിതത്തിന്റെ 2 പതിറ്റാണ്ട് കാലം മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിയർപ്പ് തുള്ളികളിൽ പടുത്തുയർത്തപ്പെട്ട ഖുർആൻ പരിഭാഷയാണ് അമാനിമൂലയുടെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും മുജാഹിദുകളല്ലാത്ത ആദർശ വിരോധികളുടെ വീടുകളിലും ഒരു സ്വത്ത് പോലെ അവർ കാത്തു സൂക്ഷിക്കുന്ന അമാനിമൂലയുടെ ഖുർആൻ പരിഭാഷ, അതിന്റെ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ISM സംഘടിപ്പിക്കുന്ന QHLS സംഗമങ്ങൾ, QHLSന്റെ പഠന സംവിധാനങ്ങൾ, വെളിച്ചം പഠന സംവിധാനം, വെളിച്ചം പുസ്തകങ്ങളുമായി മുജാഹിദ് യുവജനങ്ങൾ കയറിയിറങ്ങാത്ത ഗ്രാമങ്ങളുണ്ടോ? മുസ്ലിങ്ങളുടെ വീടുകളിൽ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിലും വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളുമായി മുജാഹിദ് യുവത്വങ്ങൾ കയറി ചെല്ലുന്നുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും ഖുർആൻ പഠിച്ചു മനസ്സിലാക്കുന്ന, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നന്മയുടെ വാഹകരായി
തെറ്റിദ്ധാരണകൾ അകറ്റുന്ന മനുഷ്യരായി തീരുന്ന സുന്ദരമായ കാഴ്ചകളുണ്ട്. വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ മഹത്തായ വാർഷിക സംഗമം ഈ വരുന്ന 8-ാം തീയതി വയനാട് വെള്ളമുണ്ടയിൽ വെച്ച് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ISM ഇടപെടാത്ത മേഖലകളില്ല, ISM കൈവെക്കാത്ത മേഖലകളില്ല. എല്ലാ രംഗത്തും ISM മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്, വിസ്ഡം സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ആ സഹോദരങ്ങളുടെ വിശ്വാസത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ആ സഹോദരങ്ങൾ നടന്നു പോകുന്നത് വഴികേടിലേക്കാണ്, ളലാലത്തിലേക്കാണ് എന്നത് ഒരാക്ഷേപമല്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിനിടയിൽ അന്ധവിശ്വാസങ്ങളെ കടത്തിക്കൂട്ടിക്കൊണ്ടുവന്ന് മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ശിർക്കല്ലാത്ത സഹായതേട്ടമുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിം മുജാഹിദ് യുവാക്കളെ പഠിപ്പിക്കാൻ ഇറങ്ങിയവർക്ക് മുന്നിൽ അവരെ സത്യത്തിലേക്ക് തിരിച്ചു വിളിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തെല്ലാം അബദ്ധവിശ്വാസങ്ങളിലേക്കാണ് ആ സഹോദരങ്ങൾ കടന്നുപോയത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കൂടപ്പിറപ്പുകളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സ്നേഹിതന്മാരാണ്. അവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവരെ അന്ധവിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരായ 1-2 പുരോഹിതന്മാരുടെ കൈകളിൽ ആ പാവപ്പെട്ട ജനതയെ തള്ളിവിടാൻ മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. ISM ഒരിക്കലും അതിനുദ്ദേശിക്കുന്നില്ല. ഫൈസൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം രൂപീകരിച്ചെടുത്ത, അദ്ദേഹം കണ്ടുപിടിച്ചെടുത്ത, അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നും തലച്ചോറിൽ നിന്നും മാത്രം പുറത്തു വരുന്ന ഒരാശയ ധാരയിലാണ് ആ ജനത അകപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അവ്യക്തമാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വ്യത്യസ്തമാണ്. കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളും മാറ്റിപ്പറഞ്ഞ വിഷയങ്ങളും ഒരു വലിയ പ്രബന്ധവും ഒരു വലിയ ലേഖന പരമ്പരകളും എപ്പിസോഡുകൾ എഴുതാൻ മാത്രം ദീർഘമായ ആശയ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഫൈസൽ മൊയ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം ആ കൂട്ടായ്മയിൽ ഉണ്ടാക്കുന്ന വൃത്തികേടുകളും അദ്ദേഹം ആ കൂട്ടായ്മയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധവിശ്വാസങ്ങളും നമ്മുടെ കണ്ണുകളെ നിറക്കേണ്ടതും നമ്മുടെ ഹൃദയങ്ങളെ തുറപ്പിക്കേണ്ടതുമാണ്. ആ പാവപ്പെട്ട ജനതയെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു. ആ ചൊല്ല് മഴയപ്പ പെയ്യുമെന്നും കാന്തപുരം മുസ്ലിയാർ എന്തു പറയുമെന്നും ആർക്കും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നാടൻ ചൊല്ലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി. മഴയപ്പ പെയ്യുമെന്നും ഫൈസൽ മൊയ്ലിയാർ എന്തു പറയുമെന്നും ആർക്കും ദർശിക്കാൻ കഴിയാത്ത, ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷലിപ്തമായ ആശയങ്ങളാണ് കേരളത്തിന്റെ ഭൂമികയിൽ ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്കവർ അദ്ദേഹത്തോടും വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ല. ആ പ്രസ്ഥാനത്തോടും സംവിധാനങ്ങളോടും നമുക്ക് യാതൊരു വ്യത്യസ്തമായ യാതൊരു വിരോധവും നമുക്കാർക്കുമില്ല. നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന മനുഷ്യരെന്ന നിലയിൽ അവരെ ചേർത്ത് പിടിച്ച് അവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ബാധ്യതാ നിർവഹണമാണ് ഇവിടെ ഒന്നും നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ അവസാനത്തെ വാചകമായി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ സഹപ്രവർത്തകരായി ജീവിച്ച ഇവിടെ ഐക്യത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം തിരിച്ചുപോയ സഹോദരങ്ങളുണ്ട്. അവരെത്ര വലിയ അബദ്ധത്തിലേക്കാണ് അവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് അതില് ഒരു വലിയ വ്യക്തിയുടെ പ്രസംഗമുണ്ടായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ അന്ധമായി അനുകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പഠിപ്പിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല എന്ന് ഖുർആനിന്റെ ആയത്തുദ്ധരിച്ച് ആ ഖുർആനിക ആയത്തുകളെ അനുധാവനം ചെയ്യുന്നത് പോലും മുസ്ലിം ഉമ്മത്തിന് ബാധ്യതയില്ലാത്തതാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ ഉദ്ധരിച്ച ജാബറമാനിയുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എവിടേക്കാണ് ഇവർ ഈ ഖുർആനിക വചനങ്ങളുടെ ഗൗരവത്തെ കൊണ്ടുപോകുന്നത്? ഒരു വളരെ നിസ്സാരവൽക്കരിക്കുന്ന ആശയധാരയിലേക്ക്. ഇക്കഴിഞ്ഞ ലക്കങ്ങളിൽ പുറത്തിറക്കിയ ശബാബ് വാരിക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കെ അഹമ്മദ് കുട്ടി സാഹിബിന്റെ ഒരു ലേഖനമുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെയാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. എന്തെല്ലാം അബദ്ധങ്ങളാണ്, അബദ്ധങ്ങളുടെയും നിഷേധങ്ങളുടെയും ആഴക്കടലിലാണ് ആ ജനസമൂഹം അകപ്പെട്ടിരിക്കുന്നത് എന്ന് ഒറ്റ ലേഖനത്തിൽ എത്രയോ ഹദീസുകളെയാണ്, ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെ, ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളെ, എത്രയോ വസ്തുതകളെയാണ് പച്ചക്ക് നിഷേധിച്ച് വലിയ ഹദീസ് നിഷേധത്തിന്റെ ദാരിദ്ര്യങ്ങളിലേക്ക് അവർ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് സംഘടനകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല.
വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെയും പ്രവാചകന്റെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സത്യസന്ധമായ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്, ISM ഇതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്. സഹോദരങ്ങളെ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് വ്യക്തിപരമായി ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിമർശിക്കാം. ആ വിമർശനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വാശിയും ആരോടുമില്ല. ISMന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എന്റെ വാചകത്തിന്റെ അവസാനത്തെ വാചകം ഞാൻ കുറിച്ചു വെക്കുന്നത് ഇപ്രകാരമാണ്: വിസ്തം സഹപ്രവർത്തകന്മാർക്ക്, സഹോദരങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും തർക്കമില്ല. ആ തർക്കം നിങ്ങൾക്ക് ഒരു സംവാദമെന്ന് ഞാൻ പ്രയോഗിക്കുന്നില്ല, ഒരു വാദപ്രതിവാദമെന്ന് ഞാൻ പ്രയോഗിക്കുന്നില്ല. നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു സംസാരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ISM ആ സംസാരത്തിനും ആ ചർച്ചയ്ക്കും നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നത് ISMന്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആ ആൾക്കൂട്ടങ്ങൾ വേണ്ട, നമുക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടതില്ല, ആളുകൾ ഉണ്ടാകേണ്ടതില്ല. നിങ്ങളുടെയും 1-2 പണ്ഡിതന്മാർ നിങ്ങൾ വരിക. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് അല്ലാഹു വല്ലാത്ത ജിന്നുകളോട് സഹായം തേടുന്നത്, മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതിന് തെളിവാണെങ്കിൽ ഞങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തോട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. വാദപ്രതിവാദം എന്ന് പറയേണ്ടതില്ല, ഒരു സംവാദം എന്ന് പ്രയോഗിക്കേണ്ടതില്ല. മറിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒന്ന് സൗഹാർദ്ദത്തോടെ സംസാരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആദർശബോധമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകളുമായി യോജിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ടതിലെന്ന് ഞങ്ങൾക്കറിയാം. അവർ ആരെങ്കിലും യോജിക്കുന്നവരോ യോജിക്കാത്തവരോ ആയ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുകൂടി വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മുഴുവൻ സഹോദരങ്ങളെയും ഔപചാരികമായി ഒരുപാട് മഹാപണ്ഡിതന്മാർ ഈ വേദിയിൽ പങ്കെടുക്കാനുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് മദനി യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ കൊണ്ട് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൊടിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ അബ്ദുറസാഖ് കൊടുവള്ളി അടക്കമുള്ള ഈ വേദിയിൽ സന്നിഹിതരായ നേതാക്കന്മാർ, വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ സഹോദരങ്ങൾ, സഹോദരിമാർ, മുഴുവൻ ആളുകളെയും ആർദ്രവമായി ഈ പ്രോഗ്രാമിലേക്ക് ISMന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു തുടർച്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് ISMന്റെ ആദർശ സമ്മേളനം, മറ്റൊരു വിഷയത്തിൽ നമ്മൾ ഈ വിസ്തം വിഭാഗവുമായി അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സഹോദരങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത ജില്ലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകത്തിന്റെ ആദർശ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളിലും സഹോദരങ്ങളുടെ സ്നേഹപൂർണമായ ഇടപെടലുകളും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗത്തിന്റെ നിയന്ത്രണം സംഘാടക സമിതി ചെയർമാൻ അബ്ദുറസാഖ് കൊടുവള്ളിയെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.